ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ലെറ്റ്സ് എൻജോയ് വിത്ത് അസ് മിനൂസ് പൊന്നൂസ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്, മയണൈസ് ദോശ. ഇനി നമുക്ക് ഈ മയണൈസ് ദോശ എങ്ങനെ ഉണ്ടാക്കിയെടുക്കും എന്ന് നോക്കാം. അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് മയണൈസ് ഉണ്ടാക്കിയെടുക്കണം. നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഹോം മെയ്ഡ് മയണൈസ് ആദ്യം ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ഒരു 6 അല്ലി വെളുത്തുള്ളിയും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട്. മയണൈസ് വന്നിട്ടുണ്ട്. പൊന്നൂസേ ഇങ്ങോട്ട് നോക്കിയോ പൊന്നൂസേ. ഹായ്, ഒരു ഗുഡ് മോർണിംഗ് പറ. ഗുഡ് മോർണിംഗ്. ഞാനിവിടെ നാരങ്ങ നീരാണ് നമ്മുടെ മയണൈസ് തയ്യാറാക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായുള്ളതായതുകൊണ്ട് ഞാൻ നാരങ്ങ നീര് എടുത്തതേ ഉള്ളൂ. സാധാരണ മയണൈസ് ഉണ്ടാക്കാനായിട്ട് വിനീഗറൊക്കെ ആഡ് ചെയ്ത് ഉണ്ടാക്കാറുണ്ട്. അതും കുഴപ്പമൊന്നുമില്ല. പക്ഷേ വൈറ്റമിൻ സി റിച്ച് ആണല്ലോ നാരങ്ങ നീര്, അതുകൊണ്ട് ഞാൻ എടുത്തതേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ 2 കോഴിമുട്ട എടുത്തിട്ടുണ്ട്, 2 മുട്ട എടുത്തിട്ടുണ്ട്. ഇത് മയണൈസിലേക്ക് ഞാൻ ഒരു മുട്ട മയണൈസിലേക്ക് ചേർക്കും, അടുത്ത മുട്ട മാറ്റി വയ്ക്കും. അത് ഞാൻ പിന്നെ പറയാം, എന്താണ് ചെയ്യേണ്ടതെന്ന് പിന്നെ പറയാം. നമുക്ക് ഒരു മുട്ട വെച്ച് ഇപ്പോൾ മയണൈസ് ഉണ്ടാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ്. 1 കപ്പ് തികച്ച് ഞാൻ എടുത്തിട്ടില്ല, ഇത്രയും തന്നെ ആവശ്യം വരത്തില്ല. കുറച്ച് സൺഫ്ലവർ ഓയിൽ നമുക്ക് ഇതിൽ ആവശ്യമുണ്ട്, അതും കൂടി എടുത്ത് മാറ്റി വയ്ക്കാം. ഞാനിതിൽ ഒരു സ്റ്റെപ്പ് പോലും സ്കിപ്പ് ചെയ്യാതെ തന്നെയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇപ്പം നമുക്ക് വീട്ടിൽ തന്നെ മയണൈസ് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഗായ്സ്, ഞാനിവിടെ വെളുത്തുള്ളിയും ഉപ്പും ചേർത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ജാറിലേക്ക് കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. ഞാനിവിടെ യോക്കും വൈറ്റും ചേർക്കുന്നുണ്ട്. നമ്മൾ മയണൈസ് വൈറ്റ് മാത്രം വെച്ചിട്ടാണ് എന്നാലും ഉണ്ടാക്കിയെടുക്കാം, വളരെ ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ കോഴിമുട്ടയുടെ വൈറ്റ് മാത്രം ഉപയോഗിക്കുമ്പോഴത്തേക്ക് അത് നല്ല വൈറ്റ് കളറായിട്ടും വരും. ഇത് കുറച്ചൊരു ക്രീമി കളറായിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. ഞാനിവിടെ 2 ചേർക്കുന്നുണ്ട്. പിന്നെ നാരങ്ങ നീര് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. നന്നായിട്ടെന്ന് പറയുമ്പോൾ പ്രസ് ബട്ടൺ വെച്ച് 1-2 പ്രസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇതൊന്ന് മിക്സായി വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് അരഞ്ഞ് കിട്ടും. നമ്മളിങ്ങനെ അടിച്ചെടുക്കും. ഇങ്ങനെ വന്നിട്ടുണ്ട്, നമുക്കെല്ലാം മിക്സായി നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് സൺഫ്ലവർ ഓയിലാണ്. നമുക്ക് ആവശ്യത്തിന് കുറേശ്ശെ സൺഫ്ലവർ ഓയിൽ നമുക്ക് ചേർത്തിട്ട് ചെറുതായിട്ട് പ്രസ് ബട്ടൺ വെച്ച് ചെറുതായിട്ടൊന്ന് അടിച്ചടിച്ച് അങ്ങനെ എടുക്കണം. അങ്ങനെയാണ് എടുക്കേണ്ടത്. നമ്മൾ 1-2 പ്രാവശ്യം ഒന്ന് പ്രസ് ചെയ്ത് ഓഫാക്കുക, പ്രസ് ചെയ്യുക, ഓഫാക്കുക. അങ്ങനെ നമ്മൾ ചമ്മന്തിക്കൊക്കെ മിക്സി അടിക്കത്തില്ലേ, അതേപോലെ നമുക്കാകുമ്പം തിക്കായി വരും ഇത്. വീണ്ടും നമ്മൾ കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. വീണ്ടും പ്രസ് ബട്ടൺ വെച്ചിട്ട് ഒന്ന് അടിച്ചെടുക്കുക. വീണ്ടും നമ്മൾ തിക്കായോ എന്ന് നോക്കുക. നമുക്ക് ആവശ്യത്തിനുള്ള തിക്നെസ് ആയോ എന്ന് നോക്കിയിട്ട് നമുക്ക് മയണൈസ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഇപ്പോൾ ഇതായിട്ടില്ല, നമുക്ക് അറിയാം, ഇതിൽ എയർ ബബിൾസൊക്കെ വന്നിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഇപ്പോൾ കുറച്ച് പഞ്ചസാര നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് നമുക്ക് ഉപ്പ്, പുളി, അതേപോലെ മധുരം, ഇതെല്ലാം മയണൈസിൽ നമുക്ക് കാണും. അങ്ങനെ വേണം മയണൈസ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പഞ്ചസാര, ഞാനിവിടെ 1 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന്, നിങ്ങൾക്ക് എങ്ങനെയാണോ ടേസ്റ്റ് തോന്നുന്നത് അതേപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം. റെസ്റ്റോറൻറ്റിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിലുള്ള മയണൈസ് തന്നെ ഒരു പ്രിസർവേറ്റീവ്സും ചേർക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാം. അപ്പം നമുക്ക് വിശ്വസിച്ച് നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കൊടുക്കുകയും ചെയ്യാം. അപ്പം ഞാൻ കുറച്ചുകൂടി സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. മിക്സിയുടെ പ്രസ് ബട്ടൺ നമുക്കൊന്ന് തിരിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് തിരിക്കുക, ഓഫ് ചെയ്യുക, വീണ്ടും തിരിക്കുക, ഓഫ് ചെയ്യുക, അങ്ങനെ ചെയ്യണം. അപ്പം ഇവിടെ ചെറുതായിട്ട് തിക്കായി ഇത് വരുന്നുണ്ട്. നമുക്ക് ഈ തിക്നെസ് മതിയെങ്കിൽ ഇപ്പോൾ ഓഫ് ചെയ്യാം, നമുക്ക് എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ തിക്കാവണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഒന്നും കൂടെ പ്രസ് ചെയ്തെടുക്കുക. അപ്പോഴും വീണ്ടും തിക്കായിട്ട് വരും. അങ്ങനെയാണ് നമ്മൾ നല്ല പെർഫെക്റ്റ് മയണൈസ് ഉണ്ടാക്കുന്നത്. എനിക്കിവിടെ പെർഫെക്റ്റായിട്ട് മയണൈസ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എഗ്ഗിൻ്റെ വൈറ്റ് മാത്രം നിങ്ങൾ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൈറ്റ് കളറിൽ അടിപൊളി മയണൈസ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മുടെ കുഞ്ഞു മക്കൾക്ക് കൊടുക്കാൻ പറ്റും. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിതിൽ വെളിച്ചെണ്ണ ചേർക്കരുത്. വെളിച്ചെണ്ണ ഒന്നും ചേർക്കരുത്. റിഫൈൻഡ് ഓയിൽ, അതായത് സൺഫ്ലവർ ഓയിൽ തന്നെ ചേർക്കണം. സൺഫ്ലവർ ഓയിലാണ് ഇതിൽ ഏറ്റവും സ്യൂട്ടാവുന്നത്. അതുപോലെ നമ്മൾ കോഴിമുട്ട തന്നെ ഇതിനെ ഉപയോഗിക്കണം, അല്ലാതെ താറാമുട്ടയൊന്നും എടുക്കരുത്. അതൊന്നും പെർഫെക്റ്റായിട്ട് വരത്തില്ല. നമ്മൾ കോഴിമുട്ട തന്നെ എടുക്കണം. അതാകുമ്പോൾ നല്ല തിക്കായിട്ട് ഇതേപോലെ സൺഫ്ലവർ ഓയിലും കോഴിമുട്ടയും കൂടെ ചേർത്ത്, നമ്മുടെ വെളുത്തുള്ളിക്ക് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കടുക് പൊടിച്ചിട്ട് ഉള്ള കടുകിൻ്റെ പൊടി അത് വെച്ചിട്ട് മയണൈസ് ഉണ്ടാക്കി എടുക്കാറുണ്ട്. അങ്ങനെ പല ഫ്ലേവറിൽ മല്ലിയില ചേർക്കാം. അങ്ങനെയൊക്കെ നമുക്ക് ചേർത്തെടുത്ത് നല്ല അടിപൊളി മയണൈസ് ഉണ്ടാക്കാം. ഇപ്പം ഞാനിവിടെ എനിക്കിതാ ഇഷ്ടം, ഈ ഫ്ലേവർ ഇവിടെ കുട്ടിയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇത് തന്നെയാണ്, നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന ഫ്ലേവറും ഇത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കഴിച്ചിട്ടുള്ളതെല്ലാം ഇങ്ങനെയാണ്.
അപ്പോൾ നമുക്ക് ഇതേപോലെ അടിപൊളിയായിട്ട് മയണൈസ് ഉണ്ടാക്കിയെടുക്കാം. ഇത് എനിക്കിവിടെ നല്ല തിക്കായിട്ട് മയണൈസ് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചുകൂടി തിക്കാക്കാൻ വേണ്ടി കുറച്ചുകൂടെ സൺഫ്ലവർ ഓയിലൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നാരങ്ങ നീരിൻ്റെ കുറച്ച് കുറവുള്ളതുപോലെ തോന്നി. നമ്മൾ പുളിരസം കുറച്ച് കുറവാണെന്ന് തോന്നി. അങ്ങനെ ഞാൻ കുറച്ച് നാരങ്ങ നീരും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്നും കൂടെ ഒന്ന് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് അടിപൊളി മയണൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റിലുള്ള സൂപ്പർ മയണൈസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമുക്ക് ഇനി ഈ മയണൈസ് ഉപയോഗിച്ചിട്ട് വേണം നമുക്ക് നമ്മുടെ ദോശ ഉണ്ടാക്കി എടുക്കാനായിട്ട്. മയണൈസാണ് നമ്മളുണ്ടാക്കുന്ന ദോശയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് മയണൈസ് തന്നെയാണ്. പിന്നെ വെജിറ്റബിൾസും ചേർക്കുന്നുണ്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ദോശയാണ് ഞാൻ തയ്യാറാക്കുന്നത്. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാനിവിടെ ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. മൈദ ചേർക്കാം. മൈദ ചേർത്താൽ കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പം ഒരു ഒന്നര കപ്പ് ചേർത്തിട്ടുണ്ട്. 250 ml 1/2 കപ്പ് മാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മയണൈസ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യാരറ്റ് ഒരു 2 ചെറിയ ക്യാരറ്റ് ഞാൻ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 2 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമ്മൾ നേരത്തെ എടുത്ത മുട്ടയിൽ 2 മുട്ട എടുത്തില്ലായിരുന്നു. അതിൽ 1 മുട്ട നമ്മളിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ചെയ്തെടുക്കുമെന്ന് നോക്കാം. ഗോതമ്പ് പൊടിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ആ ഉപ്പ് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഒരു കോഴിമുട്ട അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വെള്ളം ചേർത്ത് ഒരു ദോശ മാവിൻ്റെ പരുവത്തിൽ നമ്മൾ നന്നായിട്ട് വെള്ളം ചേർത്ത് കുഴച്ച് നന്നായിട്ട് എടുക്കണം. അതിന് പക്ഷേ നമ്മൾ ഈ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുത്താലും ഗോതമ്പ് മാവ് കട്ട കെട്ടത്തേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബീറ്റർ ഉപയോഗിക്കാം. എഗ് ബീറ്റർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അതിനെ പെർഫെക്റ്റായിട്ട് കട്ട കെട്ടാതെ നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും. ഞാനിവിടെ കൈ കൊണ്ട് തന്നെയാണ് അത് എടുക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് കുഴച്ച് നന്നായിട്ട് കുഴച്ച് അത് ദോശമാവിൻ്റെ പരുവത്തിൽ നന്നായിട്ട് കുഴച്ച് പച്ചവെള്ളം തന്നെയാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് തേങ്ങാപ്പാലൊക്കെ ഉപയോഗിക്കാം. വളരെ ടേസ്റ്റി ആയിരിക്കും. ഇനി ഇതിൽ ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ക്യാരറ്റും സവാളയും എടുത്തിട്ടുണ്ട്. ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഞാനതാണ് ഇവിടെ കുട്ടികൾക്ക് നമ്മൾ ക്യാരറ്റൊക്കെ വെറുതെ കഴിക്കാൻ കൊടുത്താലോ അല്ലെങ്കിൽ തോരൻ വെച്ച് കൊടുത്താലോ സാമ്പാറിലേക്ക് ഇട്ട് കൊടുത്തില്ല അതൊക്കെ അങ്ങോട്ട് എടുത്ത് മാറ്റി വെക്കുകയാണ് പതിവ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നമ്മൾ ദോശയിൽ ഇങ്ങനെ ഇട്ടിരുന്ന ഗ്രേറ്റ് ചെയ്തിടണം. അപ്പോഴവരത് അറിയുന്ന പോലും ഇല്ല. ദോശ നല്ല ടേസ്റ്റിൽ മയണൈസൊക്കെ ചേർത്ത് ദോശ ഇടുമ്പോൾ അവരത് അറിയുന്നില്ല. അവരങ്ങ് കഴിച്ചോളും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. എനിക്ക് തോന്നുന്നു മിക്കവാറും അമ്മമാരുടെയൊക്കെ പ്രശ്നം അത് തന്നെയാണ്. കുഞ്ഞുമക്കൾ അങ്ങനെ ഒന്നും കഴിക്കത്തില്ല. വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒന്നും അവർ കഴിക്കാറില്ല. നമ്മൾ ഇതേപോലെ എന്തെങ്കിലും തരികിട പരിപാടികളൊക്കെ ചെയ്താലേ അവർക്കത് കൊടുക്കാൻ പറ്റൂ. പിന്നെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ കമൻറ്റും ചെയ്യണം. എന്തെങ്കിലും മിസ്റ്റേക്കുകളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ ഞാനത് തിരുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റി ആയിരിക്കും. നമ്മുടെ കുഞ്ഞുമക്കൾ നന്നായിട്ട് തന്നെ കഴിച്ചോളും. നമുക്കും കഴിക്കാം, വലിയവർക്കും കഴിക്കാം. നല്ല ടേസ്റ്റാണ് ഇതിന്. നല്ല ടേസ്റ്റാണ്, ഹെൽത്തിയാണ്. നമ്മൾ ക്യാരറ്റ്, നാരങ്ങ നീര്, അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഏത് വേണോ നമുക്കിതിൽ ആഡ് ചെയ്യാം. അതുപോലെ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഹെൽത്തിയാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ മുട്ട ആഡ് ചെയ്തിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് മുട്ടയൊക്കെ എന്നും കൊടുക്കണമെന്നാണല്ലേ പറയുന്നത്. അപ്പോൾ നമുക്ക് മുട്ടയൊക്കെ ഇതിൽ ചേർത്തിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാം. മുട്ട ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട, എങ്ങനെ വേണോ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണിത്. ഒരു ടേസ്റ്റി ആയിട്ട് കഴിച്ചോളും. നമുക്കും കഴിക്കാം. നമുക്കും ബ്രേക്ക്ഫാസ്റ്റിന് വേറൊന്നും ഉണ്ടാക്കണ്ട, ഇത് തന്നെ മതി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നമുക്ക് നോൺ വെജിൻ്റെ എന്തെങ്കിലും കറികൾ ഉണ്ടാക്കാം. അല്ലാന്നുണ്ടെങ്കിൽ മയണൈസ് തന്നെ കഴിച്ചാൽ മതി. ഇവിടെ മിന്നൂസിനും പൊന്നൂസിനും മയണൈസ് മാത്രം മതി. ഞാൻ അവർക്ക് അത് തന്നെയാണ് കൊടുക്കുന്നത്. ഈ ദോശ ഉണ്ടാക്കിയിട്ട് മയണൈസും കൂടെ കൊടുത്താൽ അവർ നന്നായിട്ടങ്ങ് കഴിച്ചോളും. അപ്പോൾ നമ്മുടെ ബാറ്റർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല ദോശമാവിൻ്റെ പരുവത്തിൽ നന്നായിട്ട് കട്ടയൊന്നും ഇല്ലാതെ, ഇടയ്ക്കൊക്കെ എന്നാലും കുറച്ച് കട്ടയൊക്കെ ഉണ്ട് കേട്ടോ. നിങ്ങൾ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് കുഴച്ചെടുക്കണം. കൈ കൊണ്ട് കുഴച്ചെടുത്താൽ നന്നായിട്ട് കട്ട കെട്ടാതെ നമുക്ക് കുഴച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബീറ്റർ വെച്ച് നന്നായിട്ട് അത് ഒട്ടും കട്ട കെട്ടാതെ നമുക്ക് എടുക്കാൻ പറ്റും. ഞാനിവിടെ കൈ കൊണ്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മുടെ മയണൈസാണ്. മയണൈസ് ആവശ്യത്തിന് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർക്കാം. എത്രയാണോ ആവശ്യം അത്രയും. ഞാൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന എല്ലാ മയണൈസും ഇവിടെ ചേർക്കുന്നില്ല. അപ്പോൾ കുറച്ച് അതിൻ്റെ പകുതി മയണൈസ് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. മയണൈസ് ചേർക്കുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത്. എത്രത്തോളം നിങ്ങൾക്ക് ടേസ്റ്റ് വേണോ അത്രത്തോളം ആഡ് ചെയ്യുക.
അപ്പോൾ നമ്മൾ മയണൈസൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർക്കാം. ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഞാനും സവാളയൊക്കെ ചേർക്കുന്നതിന് മുമ്പ് തന്നെ കട്ട എന്തെങ്കിലും ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നന്നായിട്ട് കട്ടയൊക്കെ ഉടച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം. അപ്പം നമ്മൾ ഒട്ടും കട്ടാതെ തന്നെ നമ്മളതിനെ എടുക്കണം. അതിന് ശേഷം നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും അതുപോലെ തന്നെ നമ്മുടെ സവാള ചെറുതായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയാണ്. അത് ഞാൻ കുറച്ച് രണ്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട്. 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ചേർക്കുവാണ്. ഇത് നമ്മൾ വേറെ കുക്ക് ചെയ്യുന്നൊന്നുമില്ല, അല്ലാതെ നേരിട്ട് തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ദോശ ചുട്ടെടുക്കുമ്പോഴത്തേക്ക് അതിൽ കൂടെ ഇത് വാടി വെന്ത് ശരിയായിക്കോളും. അപ്പം നമുക്ക് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുരുമുളക് പൊടി ഒരല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമുക്ക് കുറച്ച് എരിവൊക്കെ ആവശ്യമാണ് എന്നുള്ളവർക്ക്, നമുക്ക് വലിയവർക്ക് കഴിക്കാനൊക്കെ ആണെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ദോശ ചുട്ടെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് ഇതിനെ മാറ്റി വെക്കണം. മാറ്റി വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാലും കുറച്ച് 5 മിനിറ്റ് മാറ്റി വെച്ചാൽ നന്നായിട്ട് നമുക്ക് ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ 5 മിനിറ്റ് ഞാനിവിടെ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. 5 മിനിറ്റ് നമ്മുടെ സാധാ ദോശക്കല്ല്, നമ്മൾ ദോശയൊക്കെ ചുട്ടെടുക്കുന്ന പഴയ ദോശക്കല്ലുണ്ടല്ലോ, അതാണ് വെച്ചിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് നമുക്ക് ദോശ പോലെ ചുട്ടെടുക്കാം. അപ്പം നമുക്ക് പാൻ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ദോശക്കല്ല് ചൂടായിട്ട് വന്നിട്ടുണ്ട്, നമുക്ക് അതിലേക്ക് നമ്മുടെ ഈ ബാറ്റർ കുറേശ്ശെ ഒഴിച്ച് ഒഴിച്ച് കൊടുക്കാം. ഇതൊന്ന് തിക്കായിട്ട് ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല, വളരെ ടേസ്റ്റി ആയിരിക്കും. നമുക്ക് ഇതിനുള്ള ദോശ പോലെ വെജിറ്റബിൾസും എല്ലാം കൂടെ ചേർത്തിട്ടുള്ളതുകൊണ്ട് കുട്ടിക്ക് കൊടുക്കാൻ നല്ലതാണ്, ഹെൽത്തി ആയിരിക്കും. നിങ്ങൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം. വളരെ ടേസ്റ്റിയും വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഡിഷാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ അടിപൊളിയാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നോൺ വെജ് എന്തെങ്കിലും ഒരു സൈഡ് നന്നായിട്ട് ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് ഇതിനെ ഇട്ടിട്ട് ഒന്നും കൂടെ വേവിച്ച് ഇങ്ങനെ എടുത്ത് മാറ്റാം. പെട്ടെന്ന് തന്നെ ആയിക്കോളും. മുട്ടയൊക്കെ ചേർത്തിട്ടുള്ളത് കൊണ്ട് ഇത് പെട്ടെന്ന് തന്നെ ആയിക്കോളും. നമുക്ക് ഒരു സൈഡ് നന്നായിട്ട് വേവിച്ചെടുത്തതിന് ശേഷം തിരിച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുത്ത് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് വെന്ത് കിട്ടും. ഇതിനെ നമുക്ക് ഇങ്ങോട്ട് നോക്കി നമ്മുടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അത് നമുക്ക് അടുത്തത് അതേപോലെ ഓരോന്നും അതേപോലെ തന്നെ നമുക്ക് ഇത്തിരി എണ്ണ തടവണം കേട്ടോ. ദോശക്കല്ലാവുമ്പോൾ നമ്മൾ എണ്ണ തടവണം. നോൺ സ്റ്റിക്ക് ആണെങ്കിൽ എണ്ണയൊന്നും തടവേണ്ട ആവശ്യമൊന്നുമില്ല. ഞാനിവിടെ ദോശക്കല്ല് വെച്ചിരിക്കുന്നുണ്ട്. ചെറുതായിട്ട് എണ്ണ അതിൽ തടവി കൊടുക്കണം. ചെറുതായിട്ടോ വലുതായിട്ടോ നമ്മുടെ ഷേപ്പിലൊക്കെ നമുക്കിത് ഇട്ടെടുക്കാം. വെജിറ്റബിൾസ് ഒരുപാട് വെന്ത് പോകേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ദോശ വേവുന്ന സമയത്തിന് വെജിറ്റബിൾസും വേവിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ മയണൈസ് ദോശ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല അടിപൊളി സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾ നോക്കി, നല്ല സോഫ്റ്റാണ്, അടിപൊളിയായിട്ട്. നമ്മൾ കട്ടിയൊന്നുമില്ല. ഗോതമ്പ് ചപ്പാത്തി അതേപോലെ ഗോതമ്പ് ദോശ സാധാരണ ഉണ്ടാക്കുമ്പോഴുള്ള ആ കട്ടി അങ്ങനെ ഒന്നുമില്ല. നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. വളരെ സോഫ്റ്റായിട്ടുള്ള ദോശയാണിത്. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തിയാണ്. നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം. അപ്പോൾ മറ്റൊരു ഡിഷുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.